ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ പഴയ വീട് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ പുതിയ റൂമും അതുപോലെ തന്നെ റൂമിന് വലിപ്പം കാര്യങ്ങളൊക്കെ വെപ്പിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊരു ചോദ്യമാണ്, നമ്മുടെ ഇപ്പോൾ ഉള്ള വീടിൻ്റെ ബലക്ഷയം അല്ലെങ്കിൽ ചില ഏരിയകളിൽ നമുക്ക് ബലക്ഷയം കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതെങ്ങനെ ഒഴിവാക്കാമെന്നും അതുപോലെ തന്നെ സൂപ്പറായിട്ട് നമുക്ക് ബലക്ഷയം കാര്യങ്ങൾ ഒന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നിങ്ങൾ മുകളിലൊരു ബീമിൻ്റെ കണ്ടോ, അതൊരു റെയിൽ പോലെയാണ്. അതായത് ഫുൾ മെറ്റലിൻ്റെ ഒരു റെയിലാണ് വന്നിരിക്കുന്നത്. ഈ റെയിലാണ് നമ്മൾ ബീമിന് പകരമായിട്ട് യൂസ് ചെയ്തത്. അതായത് പഴയ വീടിൻ്റെ ഒരു ഭിത്തി അവിടെ ഉണ്ടായിരുന്നു, അതിലാണ് ജസ്റ്റ് മുകളിലുള്ള വാർക്കയും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ അവിടെ വലിയൊരു ഹൈ ബീമാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 9 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് വരാവുന്ന രീതിയിലുള്ള ചാനലാണ്. ഈ ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെയിലിൻ്റെ സിസ്റ്റമാണ് വരുന്നത്. അത് അത്രയും മെറ്റലിൻ്റെ രീതിയാണ്, ഫുൾ മെറ്റലാണ് വരുന്നത്. നമ്മൾ അവിടേക്ക് സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഭിത്തിയിലേക്ക് നമ്മൾ രണ്ട് സൈഡും ഫുള്ള് തുറന്ന് അതിൻ്റെ അകത്തേക്കാണ് കയറ്റിയിടുന്നത്. അകത്തേക്ക് കയറ്റിയിട്ടതിന് ശേഷം മുകളിൽ നിന്നുള്ള വാർക്ക് അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ അതുപോലെ തന്നെ ഒരു ഭിത്തി ഉണ്ടായിരുന്നു. ഈ ഭിത്തിയിൽ നിന്നും തൊട്ടപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടി റൂം എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ റൂം എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഒരു ഭിത്തി തടസ്സമായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ ഒരു ബീമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബീമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ ചാനൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബീമിൻ്റെ ഭിത്തിയുടെ അകത്തേക്ക് കയറ്റിയിട്ടതിന് ശേഷം നമ്മുടെ വാർക്ക് അതുമേക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ബലത്തിക്ഷയത്തിലോ അങ്ങനെ ബലത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഫുൾ ലോഡ് വരുന്നത് ആ ബീമിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ബീം അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതായത് കോൺക്രീറ്റിൻ്റെ ബീം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ഫുൾ ലോഡ് ചെയ്യാവുന്ന രീതിയിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന രീതിയിൽ തന്നെ സെയിം തന്നെ എഫക്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളവിടെ ആ ഫുൾ വാർക്കയുടെ ഫുൾ ലോഡ് നമ്മൾ അതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ബീം നമ്മൾ താഴെ നമ്മുടെ ഭിത്തിയിലേക്ക് ലോഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. സാധാരണ ചെയ്യുന്ന രീതി അതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു വലിയൊരു ബീം കമ്പിയും കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ബീം ചെയ്തതിന് ശേഷം ആ ബീം വരുന്നത് ചുമരുമേൽ തന്നെയാണ് ലോഡ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതായത് ജിയുടെ തന്നെ ചാനലാണ് വരുന്നത്. അതായത് ഹൈ ലെവലിലുള്ള നല്ല വെയിറ്റാണ്, നല്ല സ്ട്രോങ് വെയിറ്റാണ് വരുന്നത്. ഏകദേശം ഒരു 10 ഇഞ്ചോളം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്, വീതി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ട രീതി അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മുറിച്ച് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, നമുക്ക് ഷോപ്പുകളിൽ ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ കമ്പി അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഇതിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് വരുന്നുണ്ട്. ചെറിയ ഏരിയകളിൽ ചെറിയ രീതിയിൽ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഒരു സ്വപ്നമായിരിക്കാം പഴയ വീട് നമ്മൾ പൊളിക്കാതെ തന്നെ നമുക്ക് ചില ഏരിയകളിൽ നമ്മുടെ റൂമിൻ്റെ ഏരിയകളിലാണെങ്കിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണമെന്നോ അല്ലെങ്കിൽ റൂമിൽ കുറച്ച് സൗകര്യങ്ങൾ കുറവാണെന്നോ അതുപോലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് നമ്മൾ അടുത്ത് തന്നെ ചിന്തിക്കേണ്ട കാര്യം, അപ്പോൾ നമുക്ക് വീട് പൊളിക്കാതെ തന്നെ, അതായത് പഴയ വീട് പൊളിച്ച് കളയാതെ തന്നെ പുതിയ മോഡൽ സിസ്റ്റത്തിലേക്ക് നമുക്ക് വീടുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ഫുൾ സ്ട്രോങ് ആയിട്ട് അതുപോലെ തന്നെ ഫുൾ കപ്പാസിറ്റിയും കാര്യങ്ങളും ബലക്ഷയം കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വയറിങ്ങിൻ്റെ സിസ്റ്റം നമ്മൾ ഇതുപോലെ തന്നെ പൊളിച്ച് മാറ്റുന്ന സമയത്ത് വയറിങ് നമുക്ക് വേണ്ട രീതിയിൽ എവിടേക്കാണോ വേണ്ടത് അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് DB ആയിട്ട് ചെയ്യാം. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ പുതിയ മോഡൽ ലെവലിലേക്ക്, അതായത് ഇവിടെ ഇരിക്കുന്നത് സാധാ ഫേസ് സിംഗിൾ ഫേസ് DB കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അത് മാറ്റിയതിന് ശേഷം നമുക്കൊരു പുതിയ മോഡൽ DB 3 ഫേസ് DB ചെയ്യാം. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് 3 ഫേസ് വളരെ അത്യാവശ്യമാണ്. 1-2 AC, ഇവിടെ ഏകദേശം ഒരു 4 ബെഡ്റൂമാണ് വരുന്നത്. ഏറ്റവും കുറഞ്ഞൊരു 3 AC എങ്കിലും നമ്മൾ ഭാവിയിൽ വെക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് മാക്സിമം നമുക്ക് 3 ഫേസിൻ്റെ കണക്ഷൻ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ വയറിങ് കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളൊരു പുതിയ വീടിൻ്റെ ലെവലിൽ തന്നെ പഴയ വീട് റീസ്റ്റോർ ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് പഴയ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പഴയ രീതിൻ്റെ റൂമുകൾ കാര്യങ്ങൾ ചെറുതാണെങ്കിൽ നമുക്ക് വലുതാക്കി എടുക്കാം. ഹാളിൻ്റെ പൊസിഷനുകൾ ചെറിയ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ വർക്ക് ഏരിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം. കിച്ചണിൻ്റെ വർക്ക് ഏരിയകൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമ്മളോട് മെയിനായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊളിക്കുന്ന സമയത്ത് നമ്മുടെ ബീമുകൾ വരുന്ന സമയത്ത്, ലിൻഡിലാണെങ്കിലും ബീമുകൾ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ അവിടെ പൊളിക്കുമ്പോൾ ബലക്ഷയം വരുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കാം നമ്മൾ പഴയ വീടുകൾ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീടുകളിലേക്ക് മാറുന്നത്. അത് വർഷങ്ങളോളം, ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വീടുകളാണെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കണമെങ്കിലും നല്ലത് പൊളിച്ച് കളഞ്ഞതിന് ശേഷം പുതിയ വീട് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അതല്ലാതെ ഒരുപാട് വർഷം പഴക്കമില്ലാതെ ഒരു 15 വർഷമോ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 15-16 വർഷം പഴക്കമുള്ള വീടുകളാണെങ്കിൽ നമുക്ക് ആ ലെവലിലേക്ക് ഇതുപോലെ തന്നെ പുതിയ രീതിയിലേക്ക് കണ്ടംപററി സ്റ്റൈലിലേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ചാനലുകൾ അതുപോലെ തന്നെ ബീമുകൾ എക്സ്ട്രാ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മുടെ റൂമിൻ്റെയൊക്കെ വലിപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട
രീതിയിൽ ഏതൊക്കെ ഡിസൈനുകളൊക്കെ കൊടുക്കാമെന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ചില ബീമുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയകളിൽ നമ്മൾ ഇതുപോലെ തന്നെ ചാനലുകൾ കൊടുക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ സ്ട്രോങ് എപ്പോഴും നിലനിർത്താൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകൾ ഇതുപോലെ മാറ്റം വരുത്തുന്ന സമയത്ത് 2 നില വീടുകളാണെങ്കിലും ഫസ്റ്റ് ഒറ്റ ഫ്ലോറാണോ ഉള്ള വീടാണെങ്കിൽ 2 നില വീടുകളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ചെയ്തിരിക്കുന്ന തറ പണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന അതിൻ്റെ ബേസ്മെൻറ്റ് 2 നിലയ്ക്കുള്ള ബേസ്മെൻറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഒന്നാമത്തെ നിലയ്ക്ക് ഉള്ള ഒരു നിലയുള്ള വീടാണെങ്കിൽ 2 നിലയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 2 നിലയ്ക്കുള്ള ബേസ്മെൻറ്റ് അതായത് നമ്മുടെ ബേസ്മെൻറ്റിന് അതായത് പണ്ടത്തെ വീടിൻ്റെ ബേസ്മെൻറ്റിന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് 2 നില വീട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ പഴയ വീടുകൾ നമുക്ക് പുതിയ മോഡലിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിലേക്ക് പഴയ വീടുകൾ പൊളിച്ച് കളയാതെ തന്നെ നല്ല പുതിയ സ്റ്റൈലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എവിടെ വേണമെങ്കിലും ഏത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്തിക്കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു പഴയ വീടാണ്. ഇതിൻ്റെ ഒരു പഴയ സ്റ്റൈലിൽ നിന്നും പുതിയ മോഡൽ കണ്ടംപററി ലെവലിലേക്കാണ് ഈ വീട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതായത് പഴയ വീടിൻ്റെ ഫോട്ടോസും അതിൻ്റെ പുതിയ വീടിൻ്റെ സ്ട്രക്ചറും നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട് എങ്ങനെ ചെയ്യാമെന്ന് വീടിൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും ബേസ്മെൻറ്റ് തൊട്ട് ഏറ്റവും ടോപ്പ് വരെ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് അടുത്ത സ്റ്റെപ്പുകളായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ വീടുകൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് സ്ക്വയർ ഫീറ്റിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എത്ര റേറ്റ് ആണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അടുത്ത വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതിനുള്ള വീഡിയോസ് നമ്മൾ പുതിയ വീഡിയോസ് പുതിയ അറിവുകളും കാര്യങ്ങളും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ വീഡിയോകൾ വയ്ക്കുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.